ഹായ്, നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത. കുറച്ചൊക്കെ അറിയാമായിരിക്കും എന്ന് വിചാരിക്കും. ഞാൻ ഈയിടെയായിട്ട് ഭയങ്കര എന്താ പറയുക, കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 3 ആഴ്ചയായിട്ട് എൻ്റെ കൂടെ ഒരാൾ കൂടിയിട്ടുണ്ട്. അത് മനുഷ്യരൊന്നുമല്ല, കാണിച്ചു തരാം ഒരാൾ. അപ്പം എല്ലാവരും ആ ആളെ കൂടെ കൂട്ടി എനിക്കും ഭയങ്കര അധികമായിട്ട് ഒരാഗ്രഹം തോന്നി ആ ആളെ ഒന്ന് കൂടെ കൂട്ടിയാലോ. 8ൻ്റെ അല്ല 18ൻ്റെ അല്ല, എനിക്കറിഞ്ഞൂടെ. ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ കടന്തലെന്ന് പറയുന്ന സാധനം എന്നെ കുത്തിയിട്ടില്ല. ഒരു മെനങ്ങാന്ന് എന്നോട് ഒരു കടന്തൽ കുത്തി. ഇങ്ങനെയൊന്നുമല്ല ഇരുന്നത്. എൻ്റെ ഫോട്ടോ, എനിക്ക് ഒരു ഫോണുണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അതൊക്കെ ആൾ കൂടെ കൂടിയതിന് ശേഷമാണ്. അതിനകത്തുണ്ടായിരുന്നു ഫോട്ടോ, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യായിരുന്നു. അതിനുശേഷം എൻ്റെ കണ്ണ് ഈയൊരു തടിച്ചിട്ട് ഭയങ്കര നീരൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതിൽ ഇരിക്കുകയായിരുന്നു. ഇന്നാണ് ഒരു കുറവ്. നിങ്ങൾക്ക് ഇപ്പോഴും കാണാം, ഇവിടെ ഇച്ചിരി നല്ല നീരുണ്ട്, ഇവിടെ അത്യാവശ്യം നീരുണ്ട്. ഇപ്പുറത്ത് ഇത് ഭാഗം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു വ്യത്യാസം. ഇന്നാണ് ഇച്ചിരി ഒന്ന് മുഖം കാണിക്കാൻ പറ്റുന്ന ഒരു ഇതായത്. അതുകൊണ്ടല്ല, എൻ്റെ ഫോൺ മിസ്സായി. ഇപ്പം ഞാൻ വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു സാധനം കിട്ടിയതിന് ശേഷം ഇത്രയും പ്രശ്നം. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു സാധനം. ഒരു 3 ആഴ്ച ആയുള്ളൂ ഞാൻ ഇത് വാങ്ങിയിട്ട്. 3 ആഴ്ച കൊണ്ട് എനിക്ക് നല്ല ഒരു ഫലമാണ് എനിക്ക് ഉണ്ടായത്. പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് മാത്രമേ ഇത് സ്യൂട്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഞാനിത് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ടാണ് ധരിച്ചത്. ഇത് സിൽവറാണ്. പിന്നെന്താ പറയുക, അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി സാധനം മേടിച്ചിട്ട് ഇപ്പം കടന്തലും കുത്തി വേറെ അല്ലാതെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം എനിക്കെല്ലാം പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഞാൻ ഹാപ്പിയല്ല. ഇതിട്ടതിന് ശേഷം വണ്ടി ഇടിക്കാൻ വേണ്ടിയിട്ട് പോയി. അതാണ് ഏറ്റവും വലിയൊരു ഇത്. ജസ്റ്റ് മിസ്സായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പടമായേനെ. അമ്മാതിരി നല്ല ഒരു പണിയാണ് എനിക്ക് സാറ് തന്നത്. നെഗറ്റീവ് മൊത്തത്തിൽ പറയണമല്ല, ആയിരിക്കും ആണെന്ന് എൻ്റെ മനസ്സ് പറയണം. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് എൻ്റെ മനസ്സിൽ ഈയൊരു ഇതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. കാരണം ഇതിനു മുന്നേ എനിക്കൊരു പ്രശ്നമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നത്. ആരുടെടുത്തും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ റിട്ടേണിന് ശേഷം എനിക്ക് ആരെ കണ്ണിനും പിടിക്കുന്നില്ല. എനിക്കറിയാം, ആകപ്പാടെ ഒരു പരിഭ്രാന്തലും ഒരു ഒറ്റപ്പെടലും വട്ട് പിടിക്കും പോലത്തെ ഒരു ഇത്. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോയുടെ സംഭവം എടുത്തപ്പോഴത്തേക്ക് എനിക്ക് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വളരെ ലോങ്ങാണ്. അതുകൊണ്ട് നോർമൽ ക്യാമറ ചെയ്യുന്നത്, ഫിൽറ്ററോ ഒന്നുമില്ല. ഇപ്പോഴും ഞാൻ ഇന്നലെ രാത്രി പിന്നെ ഊരി എറിഞ്ഞു. സത്യം അങ്ങനെ നിങ്ങൾക്കങ്ങനെ അല്ല ഇതെന്താ പറയുക, ഇതിട്ടിട്ട് എന്തെങ്കിലും മാറ്റമോ നിങ്ങൾക്ക് ഇതുപോലെ പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാട്ടോ. ചുമ്മാ ആവശ്യമില്ലാത്തതൊന്നും കണ്ണിക്കാണവരെ ചെയ്യണമെന്ന് വെച്ചിട്ട് ചെയ്യാൻ നിൽക്കണ്ട. ചുമ്മാ ലൈഫ് വെച്ചിട്ട് കളിക്കാനും നിൽക്കണ്ട. ക്യാപ്പടെ വട്ടായി. ഇപ്പോഴും ഉറക്കം വട്ട്. എന്താ പറയുക, മേക്കപ്പൊന്നുമില്ല. അങ്ങനെ ഞാൻ ഊരിക്കളഞ്ഞു. ഇനി സെറ്റാവോ നോക്കട്ടെ. ബായ്. ഇത് അത്യാവശ്യം തോന്നി വീഡിയോ ഇടാൻ. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതിനെ ഇട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത്
വിചാരിച്ചു ഞാനും ഒന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ചു.